ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇഡ്ഡലിയുടെയോ ദോശയുടെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണിത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു അരക്കപ്പ് പരിപ്പ് എടുത്തിട്ട് ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലതുപോലെ കഴുകിയെടുത്താണിത്. ഇതിന് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പരിപ്പ് വേകാൻ ആവശ്യത്തിന് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 3-4 ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി നീളത്തിലൊന്ന് അരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കുക്കർ അടച്ചിട്ട് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. ഞാനിത് ഒരു സ്റ്റീം വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇത് കുതിർത്ത പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ലതുപോലെ വെന്ത് കിട്ടും. ഈ പരിപ്പ് വെന്ന സമയത്ത് സാമ്പാറിന് വേണ്ടിയുള്ള പച്ചക്കറികളൊന്ന് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇതുകൊണ്ട് പരിപ്പൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഒരു തവി ഉപയോഗിച്ച് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി സാമ്പാറിന് വേണ്ട വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ പരിപ്പിലൊട്ടും തന്നെ വെള്ളമില്ല. ഞാൻ ഏകദേശം ഒരു 2.5 കപ്പോളം വെള്ളം ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ സാമ്പാറിൽ ചേർക്കാനുള്ള പച്ചക്കറികൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് മുരിങ്ങയ്ക്ക ഉണ്ട്, തക്കാളി, വെണ്ടയ്ക്ക, പിന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ സവോളയുണ്ട്, അതുപോലെ പച്ചമുളകും. പിന്നെ ഇതിൽ ഞാൻ ഒരു ചെറിയ കഷ്ണം മത്തങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. ഈ മത്തങ്ങ ചേർത്ത് സാമ്പാർ വെക്കുകയാണെങ്കിൽ സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി ആ കഷ്ണങ്ങളെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു ചെറിയ കഷ്ണം വാളംപുള്ളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ചേർക്കാനുള്ള പൊടികൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1 ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഞാനിതിൽ ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഞാൻ കുക്കർ വെയിറ്റ് ഇട്ടിട്ടല്ല വേവിക്കുന്നത്. ഇത് വെറുതെ ഒന്ന് അടയ്ക്കുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ കുക്കർ അടച്ച് വെയിറ്റ് ഇട്ട് വേവിക്കുകയാണെങ്കിൽ ഒരൊറ്റ വിസിലിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോഴത്തേക്കും ഇതിലെ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും. ഞാനിപ്പം വെയിറ്റ് ഇടാതെ ചുമ്മാ ഒന്ന് അടയ്ക്കുന്നതേ ഉള്ളൂ. ഇത് നല്ലതുപോലെ തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഞാനൊരു 1 ടീസ്പൂണോളം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സാമ്പാർ ഒന്ന് താളിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അല്പം ഉലുവായും അല്പം കടുകും കൂടി ഇട്ട് കൊടുക്കണം. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂൺ ജീരകവും കൂടി ഞാനിതിൽ ചേർക്കുന്നുണ്ട്. ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലോട്ട് കുറച്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അങ്ങനെ ഇവിടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.